ഇങ്ങനെ ലോകം മൊത്തം മഹാനായ ഗൗസുൽ ആലമിലേക്ക് അടുക്കുകയാണ്. മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ശാഫിഈ മദ്ഹബുകാരനായിട്ട് മഹാനവറുകൾ നിലനിൽക്കുകയാണ്. ബഗ്ദാദിന്റെ മണ്ണിൽ ഹംബലി മദ്ഹബുണ്ട്, ഹനഫി മദ്ഹബുണ്ട്, അതുപോലെ തന്നെ ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ്, അതുപോലെ മാലിക്കി മദ്ഹബ്, എല്ലാ മദ്ഹബുമുണ്ട്. ഇവിടെ ബഗ്ദാദിന്റെ മണ്ണിൽ പല മദ്ഹബുകാരായി ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഗൗസുൽ ആലം തങ്ങൾ ശാഫിഈ മദ്ഹബുകാരനായി ജീവിക്കുന്നു. ശാഫിഈ മദ്ഹബുകാരനായി ഗൗസുൽ ആലം തങ്ങൾ ജീവിക്കുമ്പോൾ ഗൗസുൽ ആലം തങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ വരികയാണ്. എന്താണ് തോന്നൽ? നമുക്കൊന്ന് മദ്ഹബ് മാറിയാലോ? മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി ആ വരി കുതുബിയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അശ്ശാഫിഈയ ഫസിർ തൽ ഹംബലിയ ബിലാ ഹജിരിൽ തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാ വലം തസൽ റാഖിയൻ അലാ മഖാമി ഉലാ ഹവൈത റഫഅ സീതി മുഹിയദ്ദീൻ. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ പറയുകയാണ്, അശ്ശാഫിഈയ ഫസിറത്തുൽ ഹംബലിയ, ശാഫിഈ മദ്ഹബുകാരനായിരുന്ന താങ്കൾ പിന്നീട് ഹംബലി മദ്ഹബ് സ്വീകരിച്ചില്ലേ? അത് സ്വീകരിച്ചത് ബിലാ ഹജിരിൻ. ആദ്യത്തെ ശാഫിഈ മദ്ഹബിനോട് യാതൊരു വെറുപ്പുമില്ലാതെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ശാഫിഈ മദ്ഹബിനോട് യാതൊരു വെറുപ്പുമില്ലാതെയാണ് ഹംബലി മദ്ഹബ് സ്വീകരിച്ചത്. അതിൽ തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാ, നല്ല നിലയിൽ രണ്ട് മദ്ഹബിന്റെയും ഗുണം മഹാനവറുകൾക്ക് ലഭിക്കണം എന്ന ഉദ്ദേശപ്രകാരമാണ് മഹാനവറുകൾ ശാഫിഈ മദ്ഹബിൽ നിന്ന് ഹംബലി മദ്ഹബിലേക്ക് സ്വീകരിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഫലം തസൽ റാഖിയൻ അലാ മഖാമി ഉലാ ഹവൈത റഫഅസി തിമ്മുഹിയദ്ദീൻ. ശാഫിഈ മദ്ഹബുകാരനായ നിങ്ങൾ ഹംബലി മദ്ഹബിലേക്ക് മാറിയത് കാരണമായിട്ട് ഏറ്റവും ഉന്നതമായ നിലവാരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഉന്നത പ്രശംസകൾ ലഭിച്ച ദീനിനെ ജീവിപ്പിച്ച നേതാവാണ് തങ്ങളെ. നിങ്ങളെന്ന് ഗൗസുൽ ആലമിനെ കുറിച്ച് സദഖത്തുല്ലാഹിൽ ഖാഹിരി പാടിയ ഈ വരിക്ക് പിന്നിൽ വിശാലമായ ഒരു ചരിത്രം കിടക്കുന്നുണ്ട്. വിശാലമായ ഒരു ചരിത്രം, സംഭവം അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം എന്നറിയോ? മഹാനായ ഗൗസുൽ ആലം തങ്ങൾ ശാഫിഈ മദ്ഹബ് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ശാഫിഈ മദ്ഹബ് സ്വീകരിച്ച് മഹാനവറുകൾ ഹംബലി മദ്ഹബ് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. തയ്യാറെടുത്തപ്പോഴോ അന്നത്തെ രാത്രിയിലതാ ഫറആ ഫീ ലൈലത്തിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം فرأى في ليلته النبي صلى الله عليه وسلم مع جميع الصحابة. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നേതാവിനെയും സഹാബത്തിനെയും മുഴുവനും കാണുകയാണ്. വറഅൽ ഇമാം അഹ്മദ് ബിൻ ഹംബലി ശൈബാനി, ഹംബലി മദ്ഹബിന്റെ നേതാവായ അഹ്മദ് ബിൻ ഹംബലി ശൈബാനിയും ഉണ്ട് കൂടെ. രണ്ടുപേരെയും കാണുകയാണ്. വാഖിഫൻ ആഖിദൻ ബിയദിഹി ലഹിയതുഹു. മഹാനായ ഹംബലി ഇമാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അദബോടുകൂടെ തന്റെ താടി ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. താടി ഇങ്ങനെ പിടിച്ചിട്ട് യൽതമിസു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തുനബിയോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, മുർ വലദക മുഹിയദ്ദീൻ, നിങ്ങളുടെ മോനായ ഈ നിൽക്കുന്ന മുഹിയദ്ദീനോടൊന്ന് നിങ്ങൾ കൽപ്പിക്കണം കേട്ടോ. ഈ ബലഹീനനായി പോയ, ആരും അംഗീകരിക്കാതെ, ആരും സ്വീകരിക്കാതെ, തന്റെ 63 വർഷത്തെ ജീവിത കാലഘട്ടത്തിനിടയിൽ വർഷങ്ങളോളം ചുറ്റി സഞ്ചരിച്ച് ലോകത്തിന്റെ നേതാവിന്റെ ഹദീസുകൾ മുഴുവനും ശേഖരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയിട്ട് വൈരുദ്ധ്യമുള്ള ഹദീസുകൾ
ഹദീസുകളെ മുഴുവനും മാറ്റിയെടുത്തിട്ട് അതിൽ നിന്ന് വൈരുദ്ധ്യമില്ലാത്ത ഹദീസുകളെ അടർത്തിയെടുത്തിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന്മാർക്ക് ഉപയോഗപ്പെടുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള മസാലകൾ പുറപ്പെടുവിച്ചിട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തിട്ട് അതിന് ഹംബലി എന്നുള്ള ഹംബലി എന്നുള്ള പേര് നൽകിയിട്ട് ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തി ജീവിതകാലം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചെലവഴിച്ച എന്റെ ഹംബലി മദ്ഹബ് ഈ കാണുന്ന ശാഫിഈ മദ്ഹബുകാരനായ ഗൗസുൽ ആദമിന്റെ പ്രഭകാരണമായി മങ്ങിപ്പോയിട്ടുണ്ട് തങ്ങളെ. അതുകൊണ്ട് ഗൗസുൽ ആദം എന്ന് പറയുന്ന നിങ്ങളുടെ മോനോട് എന്റെ മദ്ഹബ് ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണേ. ഇതാണ് ഹംബലി ഇമാം മുത്തുനബിയോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ തന്നെ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുതബസ്സിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഗൗസുൽ ആദം തങ്ങളോട് പറയുകയാണ്, യാ സയ്യിദ് അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിറെ, ഇഖ്ബൽ ഇൽതമാസ ഹാദ ശൈഖ്, ഈ വയസ്സനായ ആളുടെ ആ ഉദ്ദേശം ഒന്ന് നീ നിറവേറ്റി കൊടുത്താണ്, അദ്ദേഹത്തിന്റെ ആവശ്യമൊന്ന് നീ സ്വീകരിച്ചാണ്. നീ ഹംബലി മദ്ഹബ് സ്വീകരിച്ച എല്ലാവരും ഹംബലി മദ്ഹബിലേക്ക് വന്ന് ഹംബലി മദ്ഹബിയും പുനർജീവിച്ചോളും എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഗൗസുൽ ആദം തങ്ങൾ ഫഖബില ഇൽതിമാസഹു ബി അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയുടെ കൽപ്പന പ്രകാരം ശാഫിഈ മദ്ഹബിൽ നിന്ന് ഹംബലി മദ്ഹബിലേക്ക് ഗൗസുൽ ആദം തങ്ങൾ മാറുകയാണ്. ഗൗസുൽ ആദം തങ്ങൾ മാറിയപ്പോഴോ വസല്ല സലാത്ത സുബ്ഹി ഫി മുസല്ലൽ ഹനാബില, അന്നത്തെ സുബ്ഹി നിസ്കരിച്ചത് ഹംബലിയുടെ മുസല്ലയിലാണ്. ഹംബലി മദ്ഹബ് പ്രകാരമാണ് അന്ന് സുബ്ഹി നിസ്കരിച്ചത്. ബാക്ക് നോക്കിയപ്പോൾ ആരുമില്ല, ഇമാമു മാത്രമേ ഉള്ളൂ, മൗമുമീങ്ങൾ ആരുമില്ല. കാരണം എല്ലാവരും ഷാഫി മദ്ഹബിലാണ്. ഇങ്ങനത്തെ ഒരു പ്രഭയുള്ള ഒരു സൂര്യൻ ഇവിടെ ഇങ്ങനെ വെളിവായി നിൽക്കുന്നത് ഷാഫി മദ്ഹബുകാരനായിട്ടാണ്. അപ്പൊ എല്ലാവരും ഷാഫി മദ്ഹബിലേക്ക് കടന്നുകൂടി. പിന്നെ ഹംബലി മദ്ഹബിൽ ആരില്ലാതായി ആ കാലഘട്ടത്തിൽ ബഗ്ദാദിൽ. കാരണം തന്റെ ശൈഖ് ഏത് മദ്ഹബിലാണോ ആ മദ്ഹബിൽ നിൽക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ആ മദ്ഹബ് അനുസരിച്ച് എല്ലാവരും നിന്നപ്പോ സുബ്ഹി ഹംബലി മദ്ഹബ് അനുസരിച്ച് ഗൗസുൽ ആദം തങ്ങൾ നിസ്കരിച്ചപ്പോ ആരും മൗമുമീങ്ങളായിട്ടില്ല. സുബ്ഹിക്ക് ഹംബലി മദ്ഹബ് നിസ്കരിച്ചപ്പോ ബഗ്ദാദിൽ ഒന്നാകെ പാട്ടായി. ഗൗസുൽ ആദം തങ്ങൾ ഹംബലി മദ്ഹബ് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് നിസ്കരിച്ചത് സുബ്ഹി നിസ്കരിച്ചത് ഹംബലി മദ്ഹബ് അനുസരിച്ചാണ്. ഗൗസുൽ ആദം തങ്ങൾ ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഹംബലി മദ്ഹബ് പ്രകാരം ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി മഹാനായ ഗൗസുൽ ആദം തങ്ങൾ എന്ത് ചെയ്യുന്നു, വരുന്നു. ഫബിഹുദൂരിഹി ഇസ്ദഹമത്തിൽ ഖലായിഖ്, മൗമുമീങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടി. ഫലം യബ്ക മക്കാനുൻ, പള്ളിയിലെ സ്ഥലമില്ലാതായി. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, ഹംബലി മദ്ഹബ് പിന്നീട് സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങി. ആരാവശ്യപ്പെട്ടതനുസരിച്ച് മുത്തുനബിയോട് പോയി പരാതി പറഞ്ഞു. ആര്? ഹംബലി ഇമാം. എന്നിട്ട് മുത്തുനബിയാണ് ആരോട് പറയുന്നത്? ഗൗസുൽ ആദം തങ്ങളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഗൗസുൽ ആദം തങ്ങൾ അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ചരിത്രകാരന്മാർ പറയുകയാണ്, ലൗലം ഹദറത്തുൽ ഗൗസി ദാലിക്കൽ യൗമ ഫീ മുസല്ലൽ ഹനാബില, ഹംബലി മദ്ഹബ് പ്രകാരം അനുസരിച്ച് ഗൗസുൽ ആദം തങ്ങൾ അന്ന് ഹംബലി മുസല്ലയിൽ നിസ്കരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലൻഖത മദ്ഹബുൽ ഹനാബില, ഹംബലി മദ്ഹബ് ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയായി പോകുമായിരുന്നു എന്ന് പറയുകയാണ്. മനസ്സിലായോ? എന്നിട്ട് ഹംബലി മദ്ഹബ് സ്വീകരിച്ചു. ഇതാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി, അശ്ശാഫിഈയ ഫസിറുത്തൽ ഹംബലിയ ബിലാ ഹജിരിൽ തഹതാത ബിൽ ഖൈറൈനി മുഅ്തദിലാ. ആദ്യം ഷാഫിഈ മദ്ഹബ് അംഗീകരിച്ച നിങ്ങൾ പിന്നീട് ഹംബലി മദ്ഹബ് സ്വീകരിച്ചില്ലേ തങ്ങളെ? അത് ആദ്യത്തേതിനോട് യാതൊരു വെറുപ്പുമില്ലാതെയാണ് എന്ന് അറിയാം. അത് ഗൗസുൽ ആദം തങ്ങളോട് ഹംബലി ഇമാം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ റസൂലുള്ളാഹിനോട് നടത്തിയ പരാതി ഗൗസുൽ ആദം തങ്ങൾ സ്വീകരിച്ചതാണെന്നറിയാം. അല്ലാതെ ഷാഫിഈ മദ്ഹബിനോട് വെറുപ്പുണ്ടായത് കൊണ്ടല്ല.